നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ആചരിക്കുന്ന ഒന്ന് നാദോപാസനയാണ്. കേരളത്തിലാണെങ്കിൽ സംഗീതാർച്ചനയില്ലാതെ നവരാത്രിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. നാദത്തിന്റെ പ്രാധാന്യം എന്താണ് ജീവിതത്തിൽ? നാദത്തെ പോലെ മനസ്സിനെ ശാന്തമാക്കാൻ ഉപയുക്തമായ വേറൊന്നില്ല എന്ന് തന്നെ പറയാം. മനസ്സിനെ ഏറ്റവും പെട്ടെന്ന് ശാന്തമാക്കാനുള്ള വഴികളിൽ ഒന്ന് നാദോപാസനയാണ്. ശരിക്കും നമ്മള് ഭഗവത്ഗീതയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, വളരെ പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ദുര്യോധനും എല്ലാവരും വളരെ പ്രക്ഷുബ്ധരായിട്ട് നിൽക്കുന്ന, അഹങ്കാരപൂർവ്വം സംസാരിക്കുന്ന സമയത്ത് പോലും അവിടെ ശംഖനാദം മുഴക്കിക്കൊണ്ടാണ് ആ മനസ്സിനെ ശാന്തമാക്കുന്നത്. ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ ആ നാദത്തിനുള്ള കഴിവ് മറ്റൊന്നിനുമില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ടാണ് സംഗീതാർച്ചനകൾ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അപ്പോൾ നവരാത്രി ആഘോഷങ്ങളുടെ അഥവാ ആചാരങ്ങളുടെ ഭാഗമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു, ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ശുദ്ധിയോടൊപ്പം തന്നെ മനഃശുദ്ധി വരുത്താനുള്ള, ശരീരശുദ്ധിയോടൊപ്പം തന്നെ മനഃശുദ്ധി വരുത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് കാണുന്നത് നാദോപാസനയാണ്. അതുപോലെയാണ് ധ്യാനം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നാദോപാസനയോടൊപ്പം ധ്യാനവും, അതിനൊപ്പം മന്ത്രോച്ചാരണങ്ങളും, അതിനോടൊപ്പം കുറച്ച് സേവനവും, എന്നാലാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരവസ്ഥ, കുറച്ച് സേവനവും എല്ലാം ഉൾക്കൊള്ളുമ്പോൾ വളരെ മനോഹരമായ ഒരു പ്യൂരിഫിക്കേഷൻ, നമുക്കൊരു നല്ല ശുചീകരണം നമ്മുടെ ഉള്ളിൽ നടക്കും. മിതമായ ഭക്ഷണം, മിതമായ വ്യവഹാരങ്ങൾ, അതുപോലെ നിദ്രയിലെ കുറവ്, അതുപോലെ മനസ്സിനെ വ്യതിചലിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കാൻ. അതെന്തൊക്കെയാണ്? അതാവാം സിനിമ, അതുപോലെ രാജസികമായ ഭക്ഷണം, ലഹരി പദാർത്ഥങ്ങൾ, അമിതമായ ഉറക്കം. പകല് ഉറക്കമുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അമിതമായ ഉറക്കം, ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവനവനെ എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മളെ ശുദ്ധീകരണം നടത്താമെന്ന് ചോദിച്ചാൽ അതിനൊരു തെളിവാണ് നവരാത്രിയിലെ ആചാരങ്ങൾ എന്നതാണ്. ഒരു കണക്കിന് നാം പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതായത് ഭക്ഷണം ഒഴിവാക്കാൻ, നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുണ്ട്, ഇഷ്ടപ്പെട്ട വിനോദ മാർഗങ്ങളുണ്ട്, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അനുകൂലം, അതായത് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായ ഒരു അവസ്ഥയാവില്ല. പക്ഷെ അതിലൂടെയൊക്കെ മുറുമുറുപ്പില്ലാതെ കടന്നു പോകാനുള്ള ഒരു കഴിവിനെയാണ് തപസ് എന്ന് പറയുന്നത്. അപ്പോ തപസ് ഒരു തരത്തില് തപസ്, അതുപോലെ തന്നെ അവനവനെ പഠിക്കാൻ കിട്ടുന്ന അവസരമാണ്. നമ്മൾ എത്രമാത്രം അവനവനോടൊപ്പം ഇരിക്കാമോ അത്രയും ഞാൻ ആരാണ്, എന്താണ് എന്നെല്ലാം മനസ്സിലാക്കാനുള്ള അവസരമാണ്. അതായത് സ്വാധ്യായത്തിനുള്ള വലിയൊരു അവസരമാണ് ഈ 9 ദിവസം നമുക്ക് മുന്നിൽ വരുന്നത്. അപ്പൊ തപസ്, സ്വാധ്യായം, പിന്നെ അടുത്ത ക്രിയായോഗത്തില് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈശ്വര പ്രണിധാനം എന്നാണ്. നമുക്ക് എന്തെല്ലാം ഉണ്ടോ, നാം എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ഈശ്വരന് വേണ്ടി സമർപ്പിക്കുക. ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്, ഇതെല്ലാം എന്നിലൂടെ സംഭവിക്കുകയാണ് എന്ന ഭാവത്തിൽ എല്ലാ പ്രവൃത്തികളിലൂടെയും കടന്നു പോകാനുള്ള ഒരു കഴിവ്. എന്ത് തന്നെ ആയാലും, എനിക്ക് വളരെ അധികം കഴിവുകളുണ്ടെങ്കിൽ പ്രകൃതി എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത്, എനിക്ക് തന്നിട്ടുള്ള കഴിവുകൾ ഞാൻ ഉപയുക്തമാക്കുന്നു, ഞാനൊരു ഉപകരണം മാത്രമായിട്ട് നിലനിൽക്കുന്നു എന്ന ഭാവത്തിൽ എല്ലാത്തിനോടും പൂർണ്ണ സമർപ്പണത്തോടു കൂടി കടന്നു പോകാനുള്ള ഒരു അവസരം. അപ്പൊ ഇതൊക്കെ ആണ് നവരാത്രിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാല്, അപ്പൊ ശരിക്കും എന്താണത്? അത് ക്രിയായോഗമാണ്. അപ്പൊ നമ്മള് സാധാരണ ആളുകളെ ഒരു യോഗിയുടെ തലത്തിലേക്ക് ഉയർത്താനുള്ള ചിട്ടകളാണ് ശരിക്കും നവരാത്രിയുടെ സമയത്ത് പറഞ്ഞിട്ടുള്ളത്, ഒരുക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ, നമ്മൾ എല്ലാ വർഷവും ആചരിക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മളെ തയ്യാറെടുക്കാൻ ഉള്ള സാധ്യത ഉണ്ട്. മാത്രവുമല്ല, നമ്മളിപ്പോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ ഇത് വലിയ ആഘോഷമാണ്, വലിയ ആനന്ദത്തിന്റെ ഒരു പ്രകടനമായിട്ടാണ്
നവരാത്രി ദിവസങ്ങൾ നമുക്ക് കാണാം. ഇപ്പൊ ഗുജറാത്തിലോ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അവരത് വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഉൾപ്പെടുന്ന നൃത്യങ്ങളോട് കൂടിയിട്ടാണ്. അതായത് ആനന്ദം, അങ്ങനെ തന്നെ ആനന്ദം ഉള്ളിലുണ്ടാവും. അതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഈ ആനന്ദത്തിന്റെ ഉറവിടമാണ് ഞാനെന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് പൂർണ്ണമായും ഇക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് നവരാത്രി ദിവസങ്ങളിലുള്ളത്. അപ്പൊ നമ്മള് ഇതെല്ലാം പാലിക്കുമ്പോൾ ഈ മനസ്സിലുള്ള തൃപ്തി, സന്തോഷം, അതെല്ലാം പുറത്തു വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സേവയുടെ ഭാവത്തിലാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അത്തരം സേവ, അന്നദാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോ എന്തെല്ലാം രീതിയിൽ ആളുകളെ സഹായിക്കാം അതൊക്കെ സഹായിക്കുക. അതൊക്കെ സഹായിച്ചതെല്ലാം കഴിയുമ്പോൾ നമ്മളിൽ തന്നെ നാം അറിയാതെ ഒരു തൃപ്തിയും സന്തോഷവും ആനന്ദവും എല്ലാം ഉണ്ടാവുന്നതാണ്. പുറത്തേക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന വഴിയാണ് ഒരു നൃത്തരൂപത്തില്. ആ നൃത്തരൂപങ്ങളാണ് ഗർഭ അല്ലെങ്കിൽ ധ്യാൻഡ്യ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളിടത്തുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി ഒരു പൂർണ്ണമായ ആഘോഷത്തിന്റെ, സെലിബ്രേഷന്റെ, ആനന്ദത്തിന്റെ നിമിഷങ്ങളിലേക്കാണ് ശരിക്കും നവരാത്രി നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നവരാത്രി ആഘോഷിക്കുമ്പോൾ അതിന്റെ കൂടെ ഇതെല്ലാം ഉണ്ട്, ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. മിതമായ ലെവലില് നമ്മൾ അവനവനെ ഒന്ന് നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ആനന്ദം ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നവരാത്രിയില് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നവരാത്രിക്ക് ഇതെല്ലാം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ദാനം കൊടുക്കല്. ഇപ്പോ നവരാത്രിയില് വീട്ടിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വരുന്ന ആളുകൾക്കെല്ലാം നമ്മള് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന രീതിയുണ്ട്. ഇതെല്ലാം വന്നിട്ടുള്ളത് എനിക്കുള്ളത് മറ്റുള്ളവർക്കും കൂടിയാണ് എന്ന ബോധം ഉള്ളിൽ കൊണ്ടുവരികയും അവരെ കൂടി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ചേർത്ത് നിർത്താനുള്ള ആ ഒരു കഴിവ് കൊണ്ടുവരികയും എല്ലാമാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നവരാത്രി ആചാരങ്ങൾ പൂർണ്ണമാകുന്നത്. ഈ ആചാരങ്ങൾ പൂർണ്ണമാവുമ്പോൾ ഇതിന്റെ കൂടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതിനെ ചുറ്റിപ്പറ്റി കുറെ ഐതിഹ്യങ്ങളുണ്ട്. ഐതിഹ്യങ്ങളും നമ്മളും തമ്മിൽ അതിൽ മറഞ്ഞു കിടക്കുന്ന കുറെ അറിവുകളുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. നമസ്തേ.